വ്യാജരേഖകളുണ്ടാക്കി വൻതുക ഇൻഷുറൻസ് തട്ടിയ കേസുകളിലെ അന്വേഷണത്തിൽ ഒത്തുകളി നടക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നു. പോലീസുകാരുൾപ്പെടെ തട്ടിപ്പായതിനാൽ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാതെ ക്രൈംബ്രാഞ്ച് സംഘം നടപടി മന്ദഗതിയിലാക്കുന്നു എന്നാണ് ആരോപണം. 2019 ലഭിച്ച ഒരു ഊമക്കത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വൻ സംഘത്തിന്റെ തട്ടിപ്പ് കഥ പുറം ലോകം അറിയാൻ തുടങ്ങുന്നത്. ഊമക്കത്ത് ലഭിച്ച ഇൻഷുറൻസ് കമ്പനി നടത്തിയ അന്വേഷണത്തിൽ വ്യാജരേഖകൾ ചമച്ച് ഇൻഷുറൻസ് തട്ടിയെടുത്ത 500ഓളം സംഭവങ്ങൾ കണ്ടെത്തി. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പോലീസുകാർ അടങ്ങുന്ന സംഘമാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്ന റിപ്പോർട്ട് കേരള പോലീസിന് കൈമാറുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്ത് അന്വേഷണം പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ അന്വേഷണം നടന്നെങ്കിലും തട്ടിപ്പുകളിലെല്ലാം പോലീസുകാരാണ് മുഖ്യകണ്ണിയെന്നറിഞ്ഞതോടെ എല്ലാം മെല്ലെയായി. ഇല്ലാത്ത വണ്ടി അപകടം ഉണ്ടാക്കൽ, OP ടിക്കറ്റിൽ വ്യാജമായി രോഗികളെ ചേർത്ത് ഇൻഷുറൻസ് തട്ടൽ എന്നിങ്ങനെ പലവിധമായിരുന്നു തട്ടിപ്പ്. 2022 ആദ്യ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തട്ടിപ്പുകളുടെ പരമ്പര തന്നെ മുന്നിലെത്തി. ഒരൊറ്റ വണ്ടി ഉപയോഗിച്ച് 5 വ്യാജ അപകടങ്ങൾ ഉണ്ടാക്കി ഇൻഷുറൻസ് തുക തട്ടിയ കേസ് വരെ പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ 18 കേസുകൾ, മ്യൂസിയം സ്റ്റേഷനിൽ 4, വട്ടപ്പാറ, മംഗലപുരം സ്റ്റേഷനുകളിൽ ഓരോന്നിന്നിങ്ങനെ കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഒന്നിലും കുറ്റപത്രം സമർപ്പിച്ചില്ല ക്രൈംബ്രാഞ്ച്. വ്യാജ അപകട രേഖകൾ ഉണ്ടാക്കി ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലെ SI ആയ ഷായ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതാണ് ഒടുവിലെത്തേത്. 2019 തട്ടിപ്പിലാണ് ഇപ്പോൾ കേസെടുത്തതെന്ന് ഓർക്കണം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹിയാണ് ഇയാൾ. പോലീസും അഭിഭാഷകരും ഡോക്ടർമാരും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരും എല്ലാം അടങ്ങുന്ന വലിയ ലോബിയാണ് വ്യാജരേഖകൾ ഉണ്ടാക്കി ഇൻഷുറൻസ് തട്ടുന്ന തട്ടിപ്പിന് പിന്നിൽ. അത്ര ഉന്നതരാണെന്ന് ചുരുക്കം. അതാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് അത്ര താല്പര്യമില്ലാത്തതും. എന്നാൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് FIR ഇടുമെന്നുമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ വിശദീകരണം. രതീഷ് കട്ടേലയ്ക്കൊപ്പം അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.